ഒടുവിൽ കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ വിദ്യാഭ്യാസ മന്ത്രി സ്ഥാനം രാജിവെച്ചു. 35 ദിവസത്തിലകം നീണ്ട വിദ്യാർത്ഥി പ്രക്ഷോഭത്തിന്റെ ഫലമായാണ് ധർമ്മേന്ദ്ര പ്രധാൻ മന്ത്രിസ്ഥാനം രാജിവെക്കേണ്ടി വന്നത്. പ്രഹ്ലാദ് ജോഷിയെ പുതിയ കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രിയായി പ്രഖ്യാപിച്ചു. എന്ത് സമരം, എന്ത് പ്രക്ഷോഭം, എന്ത് ജൻസി, ഞങ്ങളിതെത്ര കണ്ടതാണെന്ന മട്ടിൽ സമരത്തെ നേരിട്ട കേന്ദ്ര BJP സർക്കാരിനൊടുവിൽ സുല്ലിട്ട് പിരിയേണ്ടി വന്നു. ധർമ്മേന്ദ്ര പ്രധാന്റെ രാജിയെ തുടർന്ന് ജന്തർ മന്ദറിൽ കണ്ട ദൃശ്യങ്ങളാണിത്. കഴിഞ്ഞ എത്രയോ വർഷത്തിനിടയിൽ രാജ്യം കണ്ട ഏറ്റവും വലിയ നരനായാട്ടിനാണ് രാജ്യ തലസ്ഥാനം ഈ മാസം 20-ന് സാക്ഷ്യം വഹിച്ചത്. വിദ്യാർത്ഥി സമരത്തെ തല്ലി തകർക്കാൻ ആവനാഴിയിലെ അവസാന ആയുധം വരെ പുറത്തെടുത്ത BJP സർക്കാർ ഒടുവിൽ പരാജയം സംബന്ധിച്ച് പിന്മാറി. വിദ്യാർത്ഥികൾ ഉന്നയിച്ച എല്ലാ ആവശ്യങ്ങളും നേടിയെടുത്താണ് അവർ സമരത്തിൽ നിന്ന് പിന്തിരിയുന്നത്. നീറ്റ് പരീക്ഷാ ക്രമക്കേടിനെ തുടർന്ന് ജീവനൊടുക്കിയ 22 വിദ്യാർത്ഥികളുടെ രക്തസാക്ഷിത്വത്തിന് ഒടുവിൽ നരേന്ദ്രമോദി സർക്കാർ കണക്ക് പറയേണ്ടി വന്നു. രാജ്യമാകെ ഇന്ന് വിജയ ദിവസം ആഘോഷിക്കേണ്ട ദിവസമാണ്. ഇന്ത്യൻ ജനാധിപത്യത്തിന്റെ തിരിച്ചുവരവാണ്. പാർലമെന്റിൽ പോലും ചർച്ചയ്ക്ക് തയ്യാറാകാതിരുന്ന മോദി സർക്കാരാണ് ചില്ലുമേടയിൽ നിന്ന് താഴെയിറങ്ങി കുട്ടികളുടെ ആവശ്യങ്ങൾ ഒന്നുപോലുമില്ലാതെ അംഗീകരിച്ച് ഒടുവിൽ ധർമ്മേന്ദ്ര പ്രധാന്റെ രാജി എഴുതി വാങ്ങിയത്. പക്ഷേ അടിച്ചമർത്തലുകൾക്കൊന്നും മുന്നിൽ മുട്ടുമടക്കാൻ രാജ്യത്തെ വിദ്യാർത്ഥികൾ തയ്യാറായില്ല. ഈ രാജ്യത്തെ വീണ്ടെടുത്ത സമരമെന്നുകൂടി ഈ സമരത്തെ വിശേഷിപ്പിക്കണം. ഈ രാജ്യത്തിന്റെ ഒരുമയും സാഹോദര്യവും ഐക്യവും ഈ സമരത്തിലൂടെ കുട്ടികൾ വീണ്ടെടുത്തു. മനുഷ്യരെ തമ്മിൽ ഭിന്നിപ്പിച്ച് മതത്തിന്റെ പേരിൽ തമ്മിലടുപ്പിച്ച് അധികാരം കൊയ്ത കൂട്ടർക്ക് മുന്നിലൂടെ ഇൻകുലാബ് സിന്ദാബാദ്, ജയ് ശ്രീറാം, ജയ് അംബേദ്കർ, ജയ് ഹിന്ദ് എന്നിങ്ങനെ വിവിധ മുദ്രാവാക്യങ്ങൾ ഉയർത്തി തോളോട് തോൾ ചേർന്ന് കൈകൾ കോർത്ത് അവർ നടന്നു നീങ്ങി. കന്യാകുമാരി മുതൽ കാശ്മീർ വരെ, വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങൾ മുതൽ ഗുജറാത്തും ആൻഡമാൻ ദ്വീപ് സമൂഹങ്ങൾ വരെ ഈ രാജ്യത്തിന്റെ എല്ലാ കോണുകളിൽ നിന്നും മനുഷ്യർ ദില്ലിയിലേക്ക് ഒഴുകിയെത്തി. സമരം ചെയ്യുന്ന വിദ്യാർത്ഥികൾക്ക് ഭക്ഷണവും വെള്ളവും വൈദ്യസഹായവും നൽകാൻ ജനങ്ങൾ ഒരേ മനസ്സോടെ രംഗത്തിറങ്ങി. അങ്ങനെ നമ്മുടെ മതേതര ഇന്ത്യയെ വീണ്ടെടുക്കാനുള്ള വലിയ മുന്നേറ്റത്തിനാണ് ജൻസി തലമുറ തുടക്കം കുറിച്ചത്. അധികാരപ്രമത്തതയും വർഗീയതയുടെ തിരയാട്ടവും നടക്കുന്ന നമ്മുടെ രാജ്യത്ത് ഈ സമരം ഒരു വലിയ വഴിത്തിരിവാണ്. ക്യാമറമാൻ ഗോപി കടവല്ലൂരിനൊപ്പം ഷമ്മി പ്രഭാകർ, കൈരളി ന്യൂസ്, ദില്ലി.